കാഞ്ചിയിൽ വിരൽ വെച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം. യുദ്ധം വ്യാപിക്കാൻ സാധ്യത. ഇസ്രായേലിന് നേരെ യമനിലെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം. തങ്ങൾ ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജരാണെന്നും കാഞ്ചിയിൽ വിരൽ വെച്ചിരിക്കുകയാണെന്നും ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി മുന്നറിയിപ്പ് നൽകി. മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. യമന്റെ തലസ്ഥാനമായ സനയിൽ നിന്നാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അല്പസമയത്തിനകം അൻസാറുള്ള സൈനിക വക്താവിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെലിവിഷനിലൂടെയുള്ള ഈ പ്രസ്താവനയിൽ കൃത്യമായി എവിടെയാണ് ആക്രമണം നടത്തിയതെന്നും ഏതുതരം മിസൈലാണ് ഉപയോഗിച്ചതെന്നും അവർ വ്യക്തമാക്കും. കഴിഞ്ഞ 2 വർഷത്തെ ആക്രമണങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാകാം ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനു പുറമെ കൂടുതൽ പ്രഹരശേഷിയുള്ളതും ചെറിയ യുദ്ധോപകരണങ്ങളായി വിഘടിച്ച് വലിയ മേഖലയിൽ നാശനഷ്ടം വിതയ്ക്കുന്നതുമായ അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാകാമെന്നും വിലയിരുത്തപ്പെടുന്നു. ആക്രമണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതോടെ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ യമന്റെ ഔദ്യോഗിക പ്രവേശനം കൂടിയാകും ഇത് അടയാളപ്പെടുത്തുക. ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണങ്ങൾ ഇനിയും തുടരാനാണ് സാധ്യത. ഇതിന് മറുപടിയായി യമനിലെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രായേലും മുൻപറഞ്ഞ പോലെ അതിശക്തമായ പ്രത്യാക്രമണം നടത്തിയേക്കും. ഇത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ.